പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏറ്റവും സ്നേഹനിധികളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും നമ്മുടെ ഈ സമയവുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിച്ച് സ്വഹാബാക്കളിലൂടെ കടന്നു വന്ന് താബികളുമായി നമ്മളിലേക്ക് എത്തി പരിശുദ്ധമായ ദീനിന്റെ ഇന്നത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിനപ്പുറത്തുമായി കൊണ്ട് നമ്മുടെ അഭിമാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ ആ ഒരു പ്രബോധന പ്രവർത്തനത്തിന്റെ മികവാണ് ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന നമ്മളെല്ലാവരും എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സിസ്റ്റം, ഒരു പ്രവർത്തനം ഇവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ഇർഷാദ് സുബിയാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു സ്ഥാപനം നമ്മുടെ നാട്ടുകാരുടെ സഹായത്തോടുകൂടെ വളരെ കൃത്യമായി വർഷങ്ങളോളമായിട്ട് ഇവിടെ ദീനി പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതപഠനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കളെ ഈ ഒരു സംവിധാനത്തിലേക്ക് പറഞ്ഞയക്കുന്നതിൽ ആരും തന്നെ പ്രയാസപ്പെടാതെ വളരെ ആവേശത്തോടു കൂടെ ഈ സംവിധാനത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രീതി നമുക്കറിയാം. പക്ഷേ പഠിക്കേണ്ട അല്ലെങ്കിൽ കാര്യക്ഷമമായി പഠിക്കേണ്ട ഒരു പ്രായം എത്തുമ്പോഴേക്കും കുട്ടികൾ ഈ ഒരു സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ നിന്നും മാറിപ്പോകുന്ന ഒരു രീതി നമ്മളെല്ലാവരും കണ്ടുവരികയാണ്. നമുക്കറിയാം, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണമല്ല 12-ാം ക്ലാസ്സിലേക്ക് ആ മദ്രസ തലങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം. 1-ാം ക്ലാസ്സിൽ 100-150 കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് +2-ലേക്ക് എത്തുമ്പോൾ ആ കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികളുടെ എണ്ണം 10-15 ചുരുങ്ങുകയാണ്. അത്രയും കുട്ടികൾ നമ്മുടെ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പോയവരല്ല, മറിച്ച് ഈ ഒരു സംവിധാനത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ ഭൗതിക പഠനത്തിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായ രീതിയിൽ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിന് മുൻഗണന നൽകിക്കൊണ്ട് ഈ ഒരു മതപഠനത്തെ പാടെ ഒഴിവാക്കിക്കൊണ്ട് അവര് മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഭൗതിക പഠനത്തിന് വേണ്ടി മതപഠനത്തെ തടസ്സപ്പെടുത്താതെ, അല്ലെങ്കിൽ തടസ്സമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മദ്രസയിലെ ഏകദേശം 32ഓളം വിദ്യാർത്ഥികൾ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിക്കൊണ്ട് നമ്മുടെ മദ്രസയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇൽമിൽ, അവരുടെ അറിവിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവരാണ്. കാരണം SSLCയുടെ പേര് പറഞ്ഞ്, ഭൗതിക പഠനത്തിന്റെ മറ്റു രൂപങ്ങളെ, മറ്റു സംവിധാനങ്ങളുടെ പേര് പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിൽ വളർന്നു വന്ന, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിന് ഒരു പ്രയാസമായി കടന്നു വന്ന ട്യൂഷനുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മദ്രസ പഠനത്തിന്റെ സമയവും, അതല്ലെങ്കിൽ മദ്രസ പഠനം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട്, മുൻഗണന നൽകിക്കൊണ്ട് പോകുന്ന ഒരുപാട് മക്കളെ നമ്മുടെ മദ്രസ സംവിധാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ, ഈ മതപഠനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭൗതികമായ എല്ലാ പഠനങ്ങളിലേക്കും നിങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉന്നതമായ വിജയം നേടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ആദരിക്കേണ്ട എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാനേജ്മെന്റ് ഭാരവാഹികൾ നിങ്ങളെ ഇവിടെ വളരെ സന്തോഷത്തോടുകൂടെ ആദരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സദസ്സിൽ നമുക്ക് വിവിധ ഇനം പരിപാടികളാണ് നമ്മൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് +, നമ്മുടെ മദ്രസയിലെ +, നേടി നമ്മുടെ സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് എത്തിച്ച നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷത്തെ സമസ്ത പബ്ലിക് എക്സാമിൽ 7-ാം ക്ലാസ്സിൽ നിന്ന് 4 വിദ്യാർത്ഥികളും 10-ാം ക്ലാസ്സിൽ നിന്ന് 1 വിദ്യാർത്ഥിയും +, വാങ്ങിക്കൊണ്ട് റേഞ്ചിൽ തന്നെ മികച്ച ഒരു വിജയം നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ SSLC പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും
എഴുതി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മൾ ഇവിടെ ആദരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് മദ്രസ പഠനത്തോടൊപ്പം ഫുൾ A+, 9A+, 8A+ ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികളെ പ്രത്യേകം നമ്മൾ ആദരിക്കുകയും അതോടൊപ്പം തന്നെ തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ വന്ന നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം, നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ടി LP തലത്തിൽ നടത്തുന്ന LSS എക്സാമും UP തലത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന USS എക്സാമിലൊക്കെ പ്രതിഭകളായി സ്കോളർഷിപ്പ് നേടി ഉന്നത വിജയം നേടിയ, ഉന്നത വിജയം എന്ന് പറയുമ്പോൾ 90-ൽ 87 മാർക്ക് വരെ നേടിയ വളരെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ ആ വിദ്യാർത്ഥികളെ ആദരിക്കാനും നമ്മുടെ ഈ സദസ്സ് ഇവിടെ ഇൻഷാ അല്ലാഹ് ഉപയോഗപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ ഇവിടെ പ്രഖ്യാപിച്ച സമസ്തയുടെ 11,000-ഓളം വരുന്ന, കറക്റ്റ് പറയുകയാണെങ്കിൽ 10,992 മദ്രസകളിൽ ഇന്ന് കൃത്യം 7:30 എല്ലാ മദ്രസകളിലും ഒരു സ്പെഷ്യൽ അസംബ്ലി ഇന്ന് നടക്കുകയാണ്. സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് എല്ലാ മദ്രസകളിലും ഇന്ന് വിദ്യാർത്ഥികളെ ഉത്ബോധനം ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ അസംബ്ലിയും അതോടൊപ്പം തന്നെ ഒരു പ്രതിജ്ഞയും ഇന്ന് സമസ്തയുടെ മുഴുവൻ മദ്രസകളിലും നടക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ പരിപാടിയും പ്രതിജ്ഞയും അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളും നമ്മുടെ ഈ സദസ്സിൽ നടക്കും. വിദ്യാഭ്യാസ ബോർഡ് വളരെ കൃത്യമായ ഒരു ക്യാമ്പയിനാണ്, ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലക്കാണ് എല്ലാ മദ്രസകളിലും ഒരു സ്പെഷ്യൽ അസംബ്ലി വിളിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക, അതോടൊപ്പം തന്നെ പ്രതിജ്ഞ എടുപ്പിക്കുക, അതുപോലെ തന്നെ ഒപ്പുശേഖരണം നടത്തുക. മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ചുക്കാൻ പിടിക്കുകയും മുന്നോട്ട് പോവുകയും ഞാനും എന്റെ കുടുംബവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ സമസ്ത മദ്രസകളിൽ പഠിക്കുന്ന 10 ലക്ഷത്തിലേറെ വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നാളെയുമായി ഒപ്പുശേഖരണം നടത്തുകയാണ്. ആ ഒരു പദ്ധതിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയിൽ നടക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് സലീം ഐദീദ് തങ്ങൾ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർഷത്തെ SKSBVയുടെ കമ്മിറ്റി പ്രഖ്യാപനവും നമ്മളിവിടെ നടത്താൻ പോവുകയാണ്. 2025-26 വർഷത്തെ SKSBVയുടെ കമ്മിറ്റി പ്രഖ്യാപനം, കമ്മിറ്റി ഭാരവാഹികളെ നിങ്ങൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സലീം ഐദീദ് തങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ആദ്യത്തെ SKSBVയുടെ പ്രവർത്തനം അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ആദരവ് കൊടുത്ത് ഇവിടെ സന്തോഷം രേഖപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേകമായ കരിയർ ഗൈഡൻസിൽ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. അവർക്ക് SSLC കഴിഞ്ഞിട്ട്, +1 കഴിഞ്ഞിട്ട്, +2 കഴിഞ്ഞിട്ട് എന്താണ് ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മേഖലയാണ് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്ന നമ്മുടെ എല്ലാവരുടെയും ആശങ്കയാണ്. എല്ലാവരും പോകുന്ന വഴിയെ ഞാനും പോകട്ടെ, എല്ലാവരും സയൻസ് എടുക്കുന്നു ഞാനും സയൻസ് എടുക്കട്ടെ, എല്ലാവരും കൊമേഴ്സിലേക്ക് പോകുന്നു എന്നാൽ ഞാൻ കൊമേഴ്സ്, എനിക്ക് A+ കുറവാണ് 2 A+ ഉള്ളൂ എന്നാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് എന്ന ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ച്, തന്റെ രൂപത്തിനനുസരിച്ച് എന്താണോ എനിക്ക് ഏറ്റവും കൃത്യമായ അല്ലെങ്കിൽ ഏറ്റവും സുലഭമായ കാര്യം ഏതാണോ, ഏത് കോഴ്സാണോ എനിക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് നമുക്കുള്ള സംശയങ്ങളും മറ്റുമൊക്കെ ചോദിക്കുന്ന നല്ലൊരു ക്ലാസ് ബഹുമാനപ്പെട്ട സുഹൃത്ത് APM ഫാഹിസ് നമ്മൾ ആ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കും. ആ ക്ലാസ്സും നമ്മുടെ ഈ ഫംഗ്ഷൻ, ഈ ആദരവ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സദസ്സിൽ വെച്ച് നടക്കുന്നതാണ്. ഇത്രയും പരിപാടികളാണ് നമ്മുടെ ഈ ചടങ്ങിൽ നടക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SKSBV ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം റേഞ്ച് അടിസ്ഥാനത്തിൽ മറ്റു നടന്ന മാഗസിൻ മത്സരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ വളരെ ഉന്നതമായ വിജയം അതിൽ നേടി. കാരണം ഇത്രമേൽ അതിന് പ്രശംസനീയ വന്നത് എന്താന്ന് വെച്ചാൽ SSLC എക്സാമിന്റെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അതിന് നമുക്ക് പ്രൈസ് നേടിത്തന്നത്. ആ മാഗസിൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെയും നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഈ പരിപാടിയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ഇനം പരിപാടികൾ നമ്മളിവിടെ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നടത്തുകയാണ്. SKSBVക്ക് കീഴിലും അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ മാനേജ്മെന്റിന്റെ കീഴിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. ഈ വർഷം ഇത്തരത്തിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന സമസ്ത കേരള സുന്നി ബാലവേദി SKSBVക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.